ഹായ് ഹലോ ദേ ഇങ്ങോട്ടൊന്ന് നോക്കി. അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് അച്ഛൻ വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്നതെന്ന് നോക്കിയാൽ കവറൊക്കെ ഞാൻ അച്ഛൻ്റെ അടുത്ത് വേഗം മേടിച്ചിട്ട് ആദ്യം എന്തൊക്കെ കൊണ്ടുവന്നതെന്ന് നോക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഫസ്റ്റത്തെ കവറിന് എനിക്ക് കിട്ടിയത് വേപ്പിൻ്റെ ഇല, പുതിന, മല്ലിച്ചപ്പൊക്കെയാണ്. പിന്നെ നാളെ കറി വയ്ക്കാനുള്ള കുമ്പളങ്ങയും മോര് ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ മോരിൻ്റെ പാക്കറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത കവറിൽ കുറച്ച് നമ്മൾ മേലിൽ തേക്കുന്ന സോപ്പ് 2 പിന്നെ കോൾഗേറ്റും അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 2 കോൾഗേറ്റും കൊണ്ടുവന്ന്. ഇനിയാണ് ഏറ്റവും എനിക്കിഷ്ടമുള്ള പൊതി തുറക്കാൻ പോണത് കേട്ടോ. ഇത് അച്ഛൻ പോരുന്ന വഴിക്ക് പൂരണ്ടായപ്പോൾ അച്ഛൻ കണ്ടപ്പോൾ കൊണ്ടുവന്നതാണ്. ഫസ്റ്റ് തന്നെ എടുക്കുന്നത് പൊരിയാണ് കേട്ടോ. പൊരി എനിക്കിഷ്ടമാണ്, അത്ര ഇഷ്ടമല്ല എന്നാലും ഇഷ്ടമാണ്. തേങ്ങ കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ 6 നമ്പർ, ഇത് ശർക്കരയുടെ 6 നമ്പർ കേട്ടോ. പഞ്ചസാരയുടെ ഉണ്ടല്ലോ, ഞങ്ങളിതിന് 6 നമ്പർ എന്നാണ് പറയുക. നിങ്ങളെന്താ പറയുക? ഈ ഒരു സംഭവം ഞാൻ ഇവിടെ വന്നിട്ടാണ് കഴിക്കുന്നത്. ഇത് എന്താ അരിമാവ് കലക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ടാക്കുന്ന എന്തൊരു സംഭവം. നല്ല ബലമാണ്, കറുമുറാണ്, പക്ഷെ മധുരമൊന്നുമില്ല. അതെനിക്ക് അത്ര ഇഷ്ടമല്ല, എന്നാലും കുഴപ്പമില്ല. ഇനിയാണ് എൻ്റെ ഫേവറേറ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ജിലേബി. ശർക്കരയുടെ ഉണ്ട്, പഞ്ചസാരയുടെ ജിലേബിയും കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം രണ്ട് തരം കഴിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ ഫേവറേറ്റ് പഞ്ചസാരയുടെ ജിലേബിയാണ്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് അച്ഛൻ കൊണ്ടുവന്നത്. പൊരിയുണ്ട്, 6 നമ്പർ, നുറുക്ക്, കുമ്പളങ്ങ, മോര്, വേപ്പിൻ്റെ ഇല, സോപ്പ്, കോൾഗേറ്റ്, മല്ലിച്ചപ്പ്, പുതിന, അങ്ങനെ ഇതൊക്കെയാണ് ഇന്ന് അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും നമ്മൾ ജിലേബി കവറിലായിരുന്നല്ലോ കൊണ്ടുവന്നത്, നല്ലൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഞ്ചസാര കണ്ട് ഓരോരുത്തർ എടുക്കുന്നുണ്ട്. പഞ്ചസാര വേണ്ടൊരു പഞ്ചസാര, ശർക്കര വേണ്ടൊരു തിരഞ്ഞിട്ട് ശർക്കരയുടെ എടുക്കിട്ട്, അങ്ങനെ ഞാൻ പഞ്ചസാര ഇട്ടോ കഴിച്ചിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം പഞ്ചസാര. അപ്പോഴേക്കും ഞാൻ പിന്നെ ഇതൊക്കെ 6 നമ്പറും നുറുക്കൊക്കെ ഒരു പാത്രത്തിലാക്കി വെക്കണം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഉറുമ്പ് വരും, തണുക്കേണ്ട വിചാരിച്ചിട്ട് ഒക്കെ ഞാൻ പാത്രത്തിലാക്കി എടുത്ത് വയ്ക്കുക. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് എൻ്റെ ചെറിയ ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ്. ഓക്കെ, ടാറ്റ, ബൈ, സീ യു.